കോഴിക്കോട്ടെ വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് DGP നിർദ്ദേശം നൽകി. തീരുമാനത്തെ മുഹമ്മദ് ആട്ടൂരിന്റെ കുടുംബം സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയപ്പം സാറ് പറഞ്ഞത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ SIT ആയിട്ട് പിന്നെയും രൂപീകരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇൻ ദ എൻഡ് എന്നുള്ള രീതിയിൽ എന്തായാലും CBIക്ക് പോകണമെന്നാണ്. പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നമ്മൾ വെയിറ്റ് ചെയ്യും. അത് എന്തായാലും നമുക്ക് നീതി കിട്ടണം. അതിലൊരു ഇടപാടുകളില്ലാതെ ഉപ്പയുടെ കേസ് തെളിയണം എന്നാണ് നമ്മൾ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, CBIക്ക് വിടുന്നതിനെ പറ്റിയുള്ള ആലോചന ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഇതിൽ കുടുംബം തൃപ്തി രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? വേണു, നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള ഒരു ആവശ്യവുമായി കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു അനുകൂലമായ നിലപാടുണ്ടായില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇവർ മുഖ്യമന്ത്രിയെ കണ്ട് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടായത്. മലപ്പുറം SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തു. ആ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളൊരു വിമർശനം കഴിഞ്ഞ ദിവസം കുടുംബം ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ MLA വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയത്. പിന്നാലെ വീണ്ടും കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല, പോലീസിന്റെ കീഴിലുള്ള അന്വേഷണമല്ല വേണ്ടത്, CBI അന്വേഷണം എന്നുള്ളൊരാവശ്യം ശക്തമാക്കി ഹൈക്കോടതിയിൽ പോവുകയും ചെയ്തു. ഹൈക്കോടതിയിൽ ഈ ഹർജി അടുത്ത മാസം 1 പരിഗണിക്കുകയും ചെയ്യും. ഇതിന് പിന്നാലെ ഇപ്പോൾ നിലവിൽ DGPയുടെ ഭാഗത്തു നിന്ന് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടാവുകയാണ്. ഈ അന്വേഷണ സംഘത്തലവനായ മലപ്പുറം SP S ശശിധരൻ ഇത് CBIക്ക് വിടാം എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശുപാർശ DGPക്ക് മുന്നിലേക്ക് വച്ചതാണ്. പക്ഷേ നിലവിൽ ആ ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതില്ല, ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കട്ടെ എന്നൊരു നിലപാടാണ് DGP സ്വീകരിക്കുന്നത്. ഏതായാലും കുടുംബം പറയുന്നത് തങ്ങൾ നിലവിൽ ഈ ഒരു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, പക്ഷേ നമ്മൾ കുറച്ച് ദിവസം കാത്തിരിക്കും. എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ CBI അന്വേഷണം എന്നുള്ള ഒരു ആവശ്യം തങ്ങൾ വീണ്ടും ശക്തമാക്കും. ഈ അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 1 വർഷമായി നടക്കുന്നതാണ്. പക്ഷേ നിലവിൽ യാതൊരുവിധ അപ്ഡേഷനുകളും അല്ലെങ്കിൽ പുരോഗതിയും ഉണ്ടായതായി തങ്ങൾക്കറിവില്ല. ഏതായാലും ഒരു അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ളൊരു നിലപാടിലേക്കാണ് DGP വരുന്നത്. അല്പം വെയിറ്റ് ചെയ്യാം, അല്പം കാത്തിരിക്കാം. എന്താണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുക എന്ന് തങ്ങൾ അറിയട്ടെ. അതിനുശേഷം ഒന്നുകൂടി CBI അന്വേഷണം എന്നുള്ളൊരാവശ്യം തങ്ങൾ ശക്തമാക്കുമെന്നുള്ളൊരു നിലപാടിലേക്കാണ് നിലവിൽ കുടുംബം എത്തിയിട്ടുള്ളത്. വേണു, ശരി. മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നതിൽ കുടുംബം സ്വാഗതം ചെയ്യുകയാണ്. സർക്കാർ തീരുമാനം. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.